ഡിയേഴ്സിന്ന് മുബീനക്ക് പകരം വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാനാട്ടോ. അവളെ അഡ്മിറ്റ് ആക്കിയിട്ട് ഇതുവരെ ഡിസ്ചാർജ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്ന് വെച്ചു. ഒരുപാട് പേര് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഡോക്ടർ വെള്ളിയാഴ്ച രാവിലെ വരാനാണ് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു 5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ ഒരു 6:30 ആകുമ്പോൾ ഞങ്ങൾ മൗലാന ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സ്കാനിങ്ങിൽ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി ഓപ്പറേഷൻ ആയിരിക്കും. കാരണം ആദംസിൻ്റെ ഡെലിവറി കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദംസിൻ്റെ ഓപ്പറേഷൻ തന്നെയായിരുന്നു. ഓപ്പറേഷൻ ആയതുകൊണ്ട് രാവിലെ ഫുഡൊന്നും കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ നേരെ പോയത് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളോട് ഓപ്പറേഷൻ ടൈം പറഞ്ഞത് ഒരു 10 to 11 ആയിരുന്നു. അതുകൊണ്ട് ആദംസിനൊന്നും ഇപ്പോൾ കൊടുന്നില്ല രാവിലെ, കാരണം ഉറക്കത്തിൽ നിന്ന് നീച്ച് കൊണ്ടേണ്ട വിചാരിച്ചിട്ട് ഞങ്ങളാരും കൊടുന്നില്ല. അവരടുത്ത് ഒരു 11 മണിയാകുമ്പോൾ എത്താനായിരുന്നു പറഞ്ഞത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത് മുബി ഇമ്മയും മാത്രമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പത്തിന് മുബിയുടെ ഉമ്മയും ഇപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുബീനെ ലേബർ റൂമിൽ കേട്ടിട്ട് ഞങ്ങളത്തൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പത്തിന് സമയമൊക്കെ 7 മണി 8 മണി ആവാറായിട്ടുണ്ട്. ലേബർ റൂമിൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് മുബി പുറത്ത് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത്തെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. റൂമിൽ ഞങ്ങൾ വന്നിട്ടാണ് എടുത്തിട്ടോ. നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് മുബിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കിടക്കുന്നതായിരുന്നു. ഞാൻ ഒപ്പിടുന്നത് വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ സാക്ഷിക്ക് ഒപ്പിടുകയാണ്. കാരണം ഓപ്പറേഷന് മുമ്പേ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് നേഴ്സുമാർ വന്നു കേട്ടോ. അവരുടെ അനസ്തേഷ്യ ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞിട്ട്, കാരണം അനസ്തേഷ്യയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രിപ്പ് ഇട്ടിക്കാണ്ട് രാവിലെ മുതൽ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് 10 to 11 ഉള്ളിൽ ഡെലിവറി ഉണ്ടാവും എന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ സമയം പിന്നെ വൈകിട്ട് ഒരു 12 മണിയൊക്കെ ആയി. അപ്പത്തിന് ആദംസും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങാട്ടാ എല്ലാവരും വരും. ചായ ഉണ്ടേ തട്ടണ്ടായി. അയ്യോ ആദംസിനെ ഒന്നാമത് രാവിലെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാനത് അവർക്ക് 2 പേർക്ക് പനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പനി അധികമാവണ്ട, പിന്നെ ആ ഡെലിവറിയുടെ ടൈമിലേക്ക് എത്തിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അവർ ആ സമയത്തേക്ക് കറക്റ്റായിട്ട് എത്തി. ഇവർ വരലും ഡോക്ടർ വരലും ഒപ്പമായിരുന്നു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് അപ്പം തന്നെ ഓപ്പറേഷൻ കയറ്റാമെന്ന് പറഞ്ഞു. മുബിനെ കാണിക്കുന്നത് മൗലാനയുള്ള വഹാബ് ഡോക്ടറിനാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ 5ാം നിലയിൽ വെച്ചിട്ടാണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ അവിടേക്ക് പോവുക ചെയ്തത്. ഞങ്ങളെല്ലാവരും പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ, എപ്പോഴാണ് വിളിക്കുക. കാരണം ആദംസിനൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴാണ് ഉമ്മ വരിക, എപ്പോഴാണ് ബേബി വരിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാഷാ അല്ലാ, അങ്ങനെ ലാസ്റ്റ് ഡോക്ടർമാരൊക്കെ വന്ന് പറഞ്ഞു ബേബി ബോയ് ആണെന്ന്. ബേബീനെയും മുബിനെയും എല്ലാവരും ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ ICUക്കും NICUക്കും അടുത്താണ് ചെയ്തത് ഒബ്സർവേഷന് വേണ്ടിയിട്ട്. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ മുബിനെ ഒബ്സർവേഷനിൽ നിന്ന് നേരെ റൂമിലേക്ക് മാറ്റിയത്. ആദംസ് എല്ലാവരും അപ്പത്തിന് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവരെല്ലാവരും പാടെ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടില്ലേ, അവരെല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദംസ് പോയ ശേഷം കേട്ടോ കുട്ടീനെ ഞങ്ങൾക്ക് തന്നത്. ഇവനെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇവരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ലാസ്റ്റത്തെ പേരക്കുട്ടി. മാത്രമല്ല ആദംസിനൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മാമൻ്റെ കുട്ടികളെ കാണണം എന്നൊക്കെ. എല്ലാവർക്കും ഉറപ്പായിരുന്നു ചിലപ്പോൾ ആൺകുട്ടി ആയിരിക്കും എന്ന്. കാരണം 5 പെൺകുട്ടികൾ ഞങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 5 ആൺകുട്ടികൾ എൻ്റെ മാമന് 5 തുടങ്ങി 5 അവസാനിക്കുന്ന അങ്ങനെ വിചാരിച്ചിരുന്നു ഞങ്ങളൊക്കെ. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വിൻസ് ആണോ പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ. ട്വിൻസ് ആയിരുന്നില്ല, പ്രാവശ്യം ഒറ്റ കുട്ടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറേ ആൾക്കാർ അതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു
അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു നന്ദി പറയാം കേട്ടോ. നോക്കട ചിരിക്കി